ഹലോ ഫ്രണ്ട്സ്, ഇതുപോലൊരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലുള്ള എലികൾ, പെരിച്ചാഴി, തുരപ്പനെലി എന്നൊക്കെ പറയത്തില്ലേ, അതിനെയൊക്കെ നമുക്ക് ഓടിച്ചു കളയാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ ഓട്സ്. അപ്പോൾ 1 കപ്പ് ഓട്സ് എടുത്തത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കൂടെ ഓട്സ് എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓണാണ്. നമുക്ക് ഈ റോൾഡ് ഓട്സ് ആണെങ്കിൽ ചെറു തീയിലൊന്ന് ചൂടാക്കി എടുക്കണം, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീയൊന്നും കൂട്ടി വെക്കരുത്, നമുക്ക് ചെറു തീയിൽ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഓട്സ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടൊന്ന് കുറഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഓട്സ് എടുത്ത് അതേ കപ്പിന് 1 കപ്പ് വെള്ളത്തോടെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കിയ പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ആവശ്യമുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണ് നെയ്യൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഓട്സിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇവിടെ കാണിക്കുന്ന അതേ രീതിയിൽ. ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓട്സ് തന്നെ ആണെങ്കിലും ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി വേണമല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഓട്സ് വെള്ളത്തിലൊന്ന് വെന്ത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല മയത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ അതിൻ്റെയൊക്കെ ചൂടൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് ആ മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുളയാക്കി വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു 3 ഉരുളയാക്കി ഇവിടെ എടുക്കുന്നുണ്ട്. ഓട്സ് തന്നെ മതിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടിയുടെ മിക്സ് ചെയ്താണെങ്കിലും ഈ രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 3 ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി പലകയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ പരത്തിയെടുത്തിരിക്കുന്നത് വളരെ തിന്നായിട്ട് തന്നെയാണ് പരത്തിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ടി കൂട്ടിയോ അല്ലെങ്കിൽ തിന്നായിട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതോരോന്നും നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചപ്പാത്തി കലയിലിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്നത് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓട്സിൽ ധാരാളം സോലുബിളായിട്ടുള്ള ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ഫുഡ് തന്നെയാണ് ഓട്സ് എന്ന് പറയുന്നത്. അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നു, ഈ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്കാർക്ക് നല്ലൊരു ഫുഡ് തന്നെയാണ് ഓട്സ്. പിന്നെ ഇതിൽ മഗ്നീഷ്യം, അയൺ, ബി വൈറ്റമിൻ ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യമുള്ള ഫുഡിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കൂടിയാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് എടുത്തിരിക്കുന്നത് വിംബാറാണ്. അപ്പോൾ വിംബാർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പൊടിയായിട്ടാണ് വേണ്ടിയത്. അല്ലെങ്കിൽ നമുക്ക് പിച്ചാത്തി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, മുറിച്ചിങ്ങനെ ചെറിയ പീസായിട്ട് എടുത്താലും മതി. ഇനി ഇതിൻ്റെ പകരം നമുക്ക് സോപ്പ് പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന ആ ഗോതമ്പ് പൊടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തുണിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലൊന്നും ഒഴിക്കണ്ട. അപ്പം ഞാൻ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഡിറ്റർജൻറ്റാണ് ഒഴിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സാക്കി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 1 ടേബിൾ സ്പൂൺ കൂടെ ഡിറ്റർജൻറ്റ് ഒഴിച്ചു കൊടുത്താണ് മിക്സാക്കി എടുക്കുന്നത്. ഒത്തിരി അങ്ങ് ലൂസായൊന്നും പോരുത്, നമുക്ക് ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് കട്ടി കിട്ടിയാൽ മതി. സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നീട് 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് വിനാഗിരി ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ സോപ്പിൻ്റെ ഡിറ്റർജൻ്റാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ പലതരത്തിൽ നമുക്ക് എലിയെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാം ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്സുകളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട. വെള്ളമൊക്കെ ചേർത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇതുപോലുള്ള വിനാഗിരിയോ അല്ല നാരങ്ങ നീര് അല്ല സോപ്പിൻ്റെ ഡിറ്റർജൻറ്റ്, ലിക്വിഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് ഒക്കെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ ഒത്തിരി അങ്ങ് ഉരുളയാക്കി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നീട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളി നമുക്ക് വേണ്ടി അനുസരിച്ച് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു തക്കാളിയുടെ പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ പകുതി ആയിട്ട് മുറിച്ചെടുത്ത ആ തക്കാളിയുടെ പുറത്തോട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന ആ ഗോതമ്പ് പൊടിയും സോപ്പ് കൊണ്ടുള്ള മിക്സ് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ച് വെക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇനി എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. വേറൊന്നുമല്ല, ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്, പൊടിച്ചെടുത്ത ശർക്കരയാണ് അതിലോട്ടൊന്ന് തൂകി കൊടുക്കുന്നത്. അപ്പോൾ സോപ്പും ഗോതമ്പ് പൊടിയുള്ള മിക്സ് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നീട് അതിലോട്ട് നമ്മൾ ആ പൊടിച്ചെടുത്ത ശർക്കര ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. എലി വന്ന് കഴിച്ചിട്ട് അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ അടി വെച്ചിരിക്കുന്ന സോപ്പ് ഇതിലവിടെ കഴിക്കുന്ന സമയത്ത് എലിക്ക് ഭയങ്കര പരവേശം എടുത്ത് ആ സ്ഥലത്ത് തന്നെ ഓടിപ്പോകും. അങ്ങനെ പോകുന്ന സ്ഥലത്ത് തന്നെ അത് പരവേശം എടുത്ത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എലിയെ നാച്ചുറലായിട്ട് ഒട്ടും കെമിക്കലില്ലാതെ ഓടിക്കാൻ പറ്റിയ കിടിലൊരു ടിപ്പ് തന്നെയാണ് എലി, പെരിച്ചാഴി, തുരപ്പൻ എലി എന്നൊക്കെ പറയുന്ന ഇതിനൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റിയ കിടിലൻ ഐഡിയയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ എലിയൊക്കെ ഓടിക്കാം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ട് എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് അതുപോലെ വിറകൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ എലിയുടെ ശല്യമൊക്കെ ഭയങ്കര രൂക്ഷമായിരിക്കും. അതുപോലെ വെജിറ്റബിൾ ഗാർഡനിലൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോ നട്ട് വളർത്തിക്കൊണ്ട് വരും, അവിടെയൊക്കെ എലിയുടെ ശല്യം ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവെക്കാവുന്നതാണ്. പിന്നീട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇത് വെച്ച് വെക്കുന്ന സമയത്ത് കുട്ടികൾ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങൾ എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എലി വന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, എലിയുടെ മൂത്രവും കാഷ്ടവും ഒക്കെ വീണ് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് എലിയെ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണിത് കേട്ടോ. നാച്ചുറലായിട്ടുള്ള നല്ലൊരു റെമഡി തന്നെയാണ്. അപ്പോൾ എലിയുടെ വരവും പോക്കും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവെക്കാവുന്നതാണ്. പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് അതുപോലെ തന്നെ സ്റ്റെയർ കേസിൽ ഒക്കെ നമുക്ക് ഇതുപോലെ കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ എലി വന്ന് ഇത് കഴിച്ചിട്ട് പരവേശം എടുത്ത് ആ സ്ഥലത്തു നിന്ന് തന്നെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാം ഓടിപ്പോകുന്നതായിരിക്കും കേട്ടോ. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണ് പെരുംജീരകമാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന പെരുംജീരകം ഒരു ഇരിക്കുന്ന കല്ലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, ഇവിടെ എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂണ് പെരുംജീരകമാണ്. അതൊരു ഇടികല്ലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെളുത്തുള്ളി 2 അല്ലി എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് രണ്ടും കൂടെ ചതച്ചെടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ആ രീതിയിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്തൂടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചതച്ചെടുത്തിട്ട് നമുക്ക് ഇത് കുറച്ച് എടുത്ത് മൺചീര അതിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നീട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കടുകെണ്ണയാണ്. അപ്പോൾ കടുകെണ്ണയുടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഈർക്കിൽ ഉപയോഗിച്ച് അതിലവിടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ശകലം കൂടെ ഒരു കടുകെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തിരിയാണ്. അപ്പോൾ തിരി അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് സന്ധ്യാസമയത്തൊക്കെ ഇന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഈ കൊതുകിനെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൊരു ഐഡിയ തന്നെയാണ്. ഒരു അരമണിക്കൂർ നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടായാൽ മതി. കൊതുകിനെയൊക്കെ തുരുത്തി ഓടിക്കാൻ നല്ലൊരു നാച്ചുറലായിട്ടുള്ള റെമഡി തന്നെയാണ്. ഒട്ടും കെമിക്കലില്ലാതെ തന്നെ നമുക്ക് കൊതുകിനെയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റും. ഒട്ടും കെമിക്കലില്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കൊതുകിനെയൊക്കെ തുരുത്തി ഇതുപോലെ ഓടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.